എന്താ നമ്മുടെ നാട്ടില് കള്ളവും ചതിയും ഇല്ലാത്ത ഒരു ഭരണം ഉണ്ടായിരുന്നേ പണ്ടൊക്കെ. ശാക്യാന്റെ ചെറുപ്പത്തില് മുത്തശ്ശിയും അമ്മയും പറഞ്ഞു കേട്ടൊരു കഥയുണ്ട്. ധനനിർമ്മിഷ്ടനായ മഹാബലി ചക്രവർത്തിയുടെ കഥ. ഇന്നത്തെ ആളുകൾക്കൊക്കെ അതൊക്കെ അറിയോന്ന നിശ്ചയില്ല ചാക്യാർക്ക്. എന്താ നിങ്ങൾക്ക് ആ കഥ അറിയോ? ഇല്ല, മനസ്സിലായി. എന്നാ കേട്ടോളാം. പണ്ട് പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനും ദാനശീലനുമായ ചക്രവർത്തിയായിരുന്നു മഹാബലി. മഹാബലി അശ്വമേധയാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ ഈ വരവ് എന്തിനെന്നറിയിച്ചാലും അങ്ങ് മഹാദാനശീലനല്ലേ. അടിയന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. വെറും 3 അടി മണ്ണോ മതി രാജൻ. നാം ഈ കൽപാദങ്ങൾ കൊണ്ട് അളന്നെടുത്തുകൊള്ളാം. അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം കൊണ്ട് വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും മറ്റേ കാലടി കൊണ്ട് ആകാശവും അളന്നു. 3ാമത്തെ കാലടി വയ്ക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാണ്: രാജൻ, 3ാമത്തെ കാലടി ഞാൻ എവിടെ വയ്ക്കുമെന്ന് പറഞ്ഞാലും 3ാമത്തെ കാലടിക്കായി ഞാൻ എന്റെ ശിരസ് നമിച്ചു. രാജൻ, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും. പ്രഭു, വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ വന്ന് കാണാൻ മാത്രം അനുവദിച്ചാൽ മതി. അന്നു തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി.